ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വിരുന്നും പോക്കും കറങ്ങലും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇന്ന് വീഡിയോ ഇന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഷാനാക്ക് മദ്രസയിലോട്ടൊക്കെ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് കാലത്ത് കുറച്ച് സുഖവാസമായിരുന്നു. അത്ര നേരത്തെ ഒന്നും എഴുന്നേറ്റില്ലെങ്കിൽ ഒരു 7 മണി വരെയൊക്കെ അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങും കേട്ടോ. അപ്പോൾ 2 വീട്ടിലാണെങ്കിലും കേട്ടോ, എൻ്റെ വീട്ടിലാണെങ്കിലും അതേപോലെ ഇക്കാടെ വീട്ടിൽ പോയിട്ടാണെങ്കിലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വന്നിട്ട് മദ്രസയിലോട്ടൊക്കെ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ തരികിട പരിപാടികളൊന്നും നടക്കില്ല. കാരണം ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കിനും എഴുന്നേറ്റ് മദ്രസയിലോട്ടൊക്കെ പോകാൻ ഷാനനെ ഒരുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഷാന മദ്രസയിലോട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മുറ്റവും കാര്യങ്ങളൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ നനച്ചിട്ട് പിന്നിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസമാണ് പിന്നെ ഇക്കാടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ അലക്കിയിട്ട ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അലക്കി ഇട്ടത് വെറുതെ ആയിരുന്നു തോന്നി കേട്ടോ. കാരണം നമ്മൾ വൈകുന്നേരം പോകുമെന്ന് വിചാരിച്ചിട്ട് കാലത്ത് തന്നെ അലക്കിയിട്ടു. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരം പോകുന്ന സമയത്ത് എന്തായാലും അപ്പോഴേക്കിനും ഉണങ്ങിക്കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അലക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു എമർജൻസി ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പോയിട്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊന്നും പിന്നെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇടാൻ നിന്നില്ല. കാരണം നനഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വിചാരിച്ചു ഒരു 3-4 ദിവസമല്ലേ അവിടെ പുറത്ത് കിടക്കട്ടെ വിചാരിച്ചു അങ്ങനെ ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. കാരണം കാറ്റും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിലത്ത് വീണ് പിന്നെ അതിൽ വല്ല പൂച്ചയൊക്കെ ചവിട്ടി നടക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും വിചാരിച്ചിട്ട് ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മുറ്റടിച്ചു വാരാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഇലയും കാര്യങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസമായിട്ട് നമുക്ക് അത്ര ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയം തന്നെ ഒരു ദിവസം അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ 12 ആയിരിക്കും പറഞ്ഞ പോലെ അത്രയും ഇലകളും കാര്യങ്ങളുണ്ട്. ഇതിപ്പം അങ്ങനെ വലിയ സീനൊന്നുമില്ല, എന്നത്തേനെ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ. കാരണം ഒരു 3-4 ദിവസം വീട്ടിൽ പോയി നിന്നിട്ടുള്ള ആ ഒരു കോലമാണല്ലോ. അങ്ങനെ 10 ദിവസത്തെ മദ്രസ അവധിയൊക്കെ കഴിഞ്ഞു അല്ലേ? 10 ദിവസമല്ലല്ലോ, 8 9 റേഞ്ച് അടക്കം 9 ദിവസം. വെക്കേഷനും കഴിഞ്ഞു, വിരുന്ന് പോക്കും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു അല്ലേ? എന്തൊക്കെ അപേക്ഷ ശരിയായില്ലേ? മൈലാഞ്ചിട്ട് കാണിക്ക് പോയോ? നോക്കട്ടെ. പുതിയതായിട്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. മേലക്കുണ്ടോ? വാച്ച് കിട്ടിയ ഭാഗത്തുണ്ടോ? ഇത് ഷാനാൻ്റെ സ്വന്തം ഡിസൈൻ അല്ലേ? വാങ്ങി ഇനി ഇടുമല്ലോ. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം രാത്രി ഒരു 6 മണിയാകുമ്പോഴാണ് എത്തിയത്. അത് പിന്നെ അങ്ങനെ കൊടുന്നിട്ട് അങ്ങനെ എടുത്തു വെക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഈ ഒരു കവറിൽ അലക്കാനുള്ള ഡ്രസ്സ്, കാരണം അന്ന് നമ്മൾ കുളിച്ച് മാറ്റിയ ഡ്രസ്സും പിന്നെ മിന്നുവിൻ്റെയും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഒരു കവർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നത്തെ ദിവസം ഇട്ടതും അലക്കാതെ അങ്ങനെ ഇട്ടെന്ന് തോന്നുന്നു. അതായിരിക്കും ഇത്രയും ഒരു കവർ ഫില്ലായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ബാഗിൽ ഓൾറെഡി നമ്മൾ മുന്നേ ഒക്കെ ഇട്ടതും അലക്കി മാറ്റിയതൊക്കെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളാണ് കേട്ടോ ബാഗിലിരിക്കുന്നത്. അപ്പോൾ വേഗം കവറിലുള്ള ഡ്രസ്സൊക്കെ അലക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്തും നമ്മുടെ ബാസ്ക്കറ്റിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ച് ബാക്കിയായിരുന്നു കേട്ടോ മെഷീനിൽ, ഓവർലോഡ് കൊടുക്കണ്ട വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ ഫിൽറ്റർ കുറേ ദിവസമായി നമ്മളൊന്ന് ബാക്ക് വാഷ് ചെയ്തിട്ട്, അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമ്മളെ മേലെ നമ്മളെ പൂളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കഴുകി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തെളിഞ്ഞ വെള്ളമായിരിക്കില്ല, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രം തെളിഞ്ഞ വെള്ളം വരും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും അത്രത്തോളം നമ്മൾ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ
വെള്ളം പോയിട്ട് പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം വരും കേട്ടോ. അത്യാവശ്യം വെള്ളം നമുക്ക് ഇതിൽ നിന്ന് പോകും കേട്ടോ ഇങ്ങനെ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത്. കാരണം ആ ഒരു പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെയും നമ്മളിതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ പഴയപടി വാൽവ് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയത്തെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു മെയിനായിട്ടൊരു ഡ്യൂട്ടിക്ക് അന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാലത്ത് മുതൽ. പിന്നെ ടൈം ടേബിൾ പ്രകാരം ഇനിയിപ്പോൾ അങ്ങോട്ട് ദിവസങ്ങളൊക്കെ പോകും. പക്ഷെ പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ചെറുതായൊരു മടിയും കാര്യങ്ങളും അങ്ങോട്ടൊന്നും സെറ്റാവാത്ത പോലെ തോന്നും കേട്ടോ. കാലത്ത് കുറച്ച് നേരം അങ്ങനെ കിടന്നിട്ടുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. നമുക്ക് എന്ത് ചെയ്താലും കുറച്ച് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യും, കുറച്ച് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഒന്നിനും ഒരു എന്താ പറയുക ഒരു അവസാനം ഇല്ലാത്തൊരു കാട്ടിക്കൂട്ടലായിരുന്നു കേട്ടോ. പിന്നെ ഇടയിൽ ഇതുപോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചൂടുകാലം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ദാഹിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ. കാരണം ചൂട് കൂടി വരികയാണ് കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേഗം നമ്മൾ എടുത്ത് വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നും ഞാൻ ഇതുപോലെ കിച്ചണൊക്കെ നല്ല നീറ്റായി ക്ലീൻ ചെയ്തിട്ടാണ് ഇട്ട് പോവാറ്. പക്ഷേ ഇക്കാൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ട കാര്യം വന്നതുകൊണ്ട് തന്നെ നമ്മളന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചതിൻ്റെ എന്തോ ബാക്കി വേസ്റ്റ് എന്തോ ഞാൻ അങ്ങനെ പാത്രത്തിലിട്ട് വെച്ച് അവിടെ വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. വന്നപ്പോഴേക്കിനും നമുക്കൊരു 2-3 ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. കാരണം എല്ലാവിടെയും വൃത്തിയാതിനേക്കാൾ അപേക്ഷിച്ച് നമ്മൾ ഈ ഒരു അടുക്കള ക്ലീനായിട്ടിരുന്നാൽ തന്നെ എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 80% അടുക്കള ക്ലീനായിരുന്നാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ബാക്കി എല്ലാവിടെയും അങ്ങനെ കിടന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതെന്ന്. അങ്ങനെയല്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ തുടച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നെന്തായാലും മീനൊന്നും വാങ്ങിയിട്ടില്ല, ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആ സൈഡിലേക്കോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാലത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ പുറത്ത് ഫ്രിഡ്ജിലായിരുന്നു, പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റൗവിൻ്റെ ഏരിയ അതുപോലെ വല്ലാതെ അങ്ങനെ പറയുക വൃത്തികേടായിട്ടൊന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ മുകൾ ഭാഗം ഒക്കെ അങ്ങോട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എൻ്റെ കൂടെ മിന്നു ഉണ്ട് കേട്ടോ. അപ്പോൾ മിന്നു എഴുന്നേറ്റിട്ട് ഷാന പോകുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഞാൻ ഫോൺ അവിടെ വെച്ചപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിരിക്കും കേട്ടോ, യൂട്യൂബിൽ കയറിയിട്ട്. അപ്പം അവിടെ അങ്ങനെ നിന്ന് അവൾ നിൽക്കുന്ന സമയം തന്നെ ഞാൻ വേഗം ഇതുപോലെയൊക്കെ തുടച്ചെടുത്തു. പിന്നെ ആൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആളങ്ങനെ നിന്നോളൂ കേട്ടോ. രാവിലെ അപ്പം തന്നെ കഴിക്കാൻ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ആളല്ലെങ്കിൽ വിശന്നിട്ട് ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടിച്ചു വാരാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറാലേക്ക് ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കിയതാണ്. അപ്പോൾ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് വന്നൊരു ദിവസത്തിൻ്റെ എന്താ പറയുക തുടക്കത്തിൻ്റെ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഇങ്ങനെ ഓരോരോ ക്ലീനിങ്ങിലേക്ക് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ കുറച്ച് മാങ്ങ പഴുത്തത് കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ വെച്ചിട്ടാണ് പോയിരുന്നത്. അതിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കളറ് മാറി പഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കടയിൽ പോയപ്പോൾ നല്ല പഴുത്ത മാങ്ങ കണ്ടു കേട്ടോ. 50 രൂപ എന്തോ കിലോ വില വരുന്നത്, നല്ല അടിപൊളി മാങ്ങ കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ അങ്ങനെ അത് കുറച്ച് വാങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നൈബർ ഇതുപോലെ ഒരു കവറോളം മാങ്ങ കൊണ്ടുവന്ന് തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ടിരിക്കുന്ന ആ കവറിൽ നമുക്ക് നൈബർ തന്നതാണ് കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ ആഗ്രഹിച്ചു പോയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടുമ്പോൾ ചിലപ്പം അതൊക്കെ കൂടി ഒന്നിച്ചായിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തായാലും മാങ്ങ എന്താ പറയുക കഴിക്കലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ചില സമയത്ത് ഇങ്ങനെ കഷ്ണമൊക്കെ എടുത്തിട്ട് ജ്യൂസ് അടിക്കാറൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ കഴിച്ചു പോകാറാണ് കേട്ടോ. അപ്പോൾ മിന്നുവിന് വലിയ താല്പര്യമില്ല. ഞാനും ഷാനയും തന്നെയാണ് കഴിച്ച് തീർക്കൽ കേട്ടോ. ആദ്യമൊക്കെ മിന്നു ഇങ്ങനെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്ക്
ഒരു താല്പര്യമില്ല, വേണ്ട പറയും, അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ തുപ്പിക്കളയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ മെഷീനിൽ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ അലക്കി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ അപ്പോഴും എൻ്റെ പിന്നാലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടായിരുന്നു മിന്നുവിന് കൂടുതലും എന്താ പറയുക ഉടുപ്പും കാര്യങ്ങളൊന്നും ഇടിക്കാത്തത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് നമുക്കിങ്ങനെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാനും പറ്റില്ല. അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഞാനതിങ്ങനെ ഹൈഡാക്കിയിട്ടോ അല്ലെങ്കിൽ വീഡിയോ കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിക്കാറ്. നമുക്ക് ഇങ്ങനെ ഡ്രസ്സില്ലാതെ അങ്ങനെയൊക്കെ ആകുമ്പോൾ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നോക്കിയിട്ടാണ് എന്താ പറയുക എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും ബുദ്ധിമുട്ടി നമ്മൾ വോയിസ് ഓവറും എഡിറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്ത് ഇതുപോലെ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ട് ആ വീഡിയോ ഒക്കെ യൂട്യൂബ് റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെയും എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാനത് ആ സ്വിമ്മിംഗ് പൂളിൽ എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ചൂടുമാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും ഈ ഒരു സമയത്തല്ലേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്ര യൂസ് ആക്കലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഷാന ഇറങ്ങുമ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആൾക്കും മിനുസിന് നല്ല സന്തോഷമായി കേട്ടോ. ഷാന ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല. ഇതിപ്പം ഇന്ന് കണ്ട് ഇനിയിപ്പോൾ കാണണമെന്നില്ല കേട്ടോ. പക്ഷെ മിന്നു അങ്ങനെയല്ല കേട്ടോ. മിന്നു ഈ ബാക്കിൽ എപ്പോൾ ഇറങ്ങണോ അപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ നമുക്കിത് നിറച്ചിടാനും പറ്റില്ല. കൊതുക് മുട്ടയിടുക, അതേപോലെ വെള്ളം നാശമാവുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ മൂടിയിടണം കേട്ടോ. വല്ല നെറ്റോ അല്ലെങ്കിൽ പായൊക്കെ വിരിച്ചിട്ട് അങ്ങനെ വെള്ളത്തിൽ അഴുക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അല്ലാതുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് കളഞ്ഞ് വീണ്ടും ഫില്ല് ചെയ്യൽ അത്ര നല്ല കാര്യമല്ല. പിന്നെ അതാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണീൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറക്കാതെ വെള്ളം കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫിൽറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു സ്റ്റീൽ കപ്പിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചേക്കാണ് കേട്ടോ. എപ്പോഴെപ്പോഴും പോയിട്ട് അതിങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ പിടിച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പണികളും കാര്യങ്ങളുടെ ഇടയിൽ ഞാൻ പുറത്ത് വെച്ചെടുത്ത ചിക്കന് വീണ്ടും ഞാൻ ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചിരുന്നു കേട്ടോ. ഇനി പുറത്ത് വെച്ച് കേടാവേണ്ട പറഞ്ഞിട്ട്, ഫ്രീസറിലല്ല താഴെത്തട്ടിൽ തന്നെ. പിന്നെ അതൊക്കെ എടുത്തിട്ട് ഇതാ ഇതുപോലെ എന്തായാലും ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കാനായിട്ട് നോക്കട്ടെ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ചിക്കൻ കറി വെക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മീൻ അങ്ങനെയൊക്കെ ഇടയിലൊക്കെ മാറി മാറി വരും കേട്ടോ. എപ്പോഴും നമുക്ക് ചിക്കനും ബീഫൊന്നും അല്ല. അപ്പോൾ ഞാനെപ്പോഴും ചിക്കനായാലും ബീഫായാലും ഇതുപോലെ 2 സെക്ഷൻ ആക്കും കേട്ടോ. ഒന്ന് നമ്മൾ കൊടുന്ന അന്നത്തെ ദിവസം എടുക്കും, പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് അടുത്ത സെക്ഷൻ എടുക്കുമ്പോൾ നമ്മളങ്ങനെ എടുക്കാനായിട്ട് ഇതുപോലെ അടച്ചിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ. ചിക്കന് ഇപ്പോൾ എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതേപോലെ ബീഫും എത്ര കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇതേപോലെ 2 ആക്കിയിട്ട് എടുത്ത് വെക്കും കേട്ടോ. പിന്നെ അതൊക്കെ സെറ്റായി വരുമ്പോഴേക്കും സമയം എടുക്കും വിചാരിച്ചിട്ട് ഞാൻ തലേ ദിവസം വീട്ടിൽ നിന്ന് വന്നതാണല്ലോ, അന്ന് രാത്രി ഒരു മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഷാനാക്ക് ഞാൻ ചൂടാക്കി കൊടുത്തു. ഈ സമയം നമ്മൾ മെനു കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഈ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ വിശന്നിരിക്കേണ്ട പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളൊരു മൂവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. ഏതോ ഒരു തെലുങ്ക് മൂവി മലയാളത്തിലേക്ക് ഡബ് ചെയ്തതാണ് കേട്ടോ. അതും കണ്ടിട്ട് ഷാന അവിടെ ഫുഡും കഴിച്ചിരിക്കുന്ന സമയത്ത് വേഗത ഞാൻ കറിക്ക് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കുന്ന അന്നത്തെ ദിവസം കൂടുതലും എന്താ പറയുക നെയ്ച്ചോറാണ് കേട്ടോ റെഡിയാക്കാറ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇനി പരിയും കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വെറും ചോറ് അങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ അടുക്കളയത്തെ ജനൽ വഴി നോക്കുമ്പോൾ അറിയാം പുറത്ത് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയോ ഓണാക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ സ്ക്രീൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിൽ ആ ഒരു വീഡിയോക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മേലത്തെ ഫാൻ ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാനത് ഓഫ് ചെയ്തിട്ട് 2 വിൻഡോ ഒന്ന് തുറന്നിടും, അതേപോലെ ബാക്ക് ഡോറും തുറന്ന് വെക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ നമ്മുടെ നെയ്ച്ചോറ് വെക്കാനുള്ള അരിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് കാലത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. മാങ്ങ വാങ്ങാൻ പോയപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ വേഗം ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ കറി വെക്കുന്ന കാരണം തന്നെ അതിൻ്റെ കൂടെ കുറച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഷാനയ്ക്ക് സ്കൂളില്ലാത്ത ശനി ഞായർ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അതാ ഇതുപോലെയൊക്കെ വെക്കേഷനൊക്കെ ആയിരിക്കുമ്പോൾ തന്നെയാണ് കൂടുതലും വെച്ച് കൊടുക്കാറ് കേട്ടോ. പിന്നെ ചില സമയങ്ങളിൽ അവൾ സ്കൂൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഇതുപോലെ നെയ്ച്ചോറ് അല്ലെങ്കിൽ തലേ ദിവസം ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി സെറ്റാക്കിയിട്ട് സ്കൂൾക്ക് കൊടുത്ത് വിടാറാണ് കേട്ടോ. പക്ഷേ കൂടുതലിപ്പോൾ സ്കൂളിൽ നിന്ന് ഫുഡ് വാങ്ങാറൊന്നുമില്ല. ആ ഒരു 1-2 ക്ലാസ് അത്രമാത്രം അവൾ സ്കൂളിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെയൊക്കെ ഞാൻ കൊടുത്തു വിടാറ് തന്നെയാണ് വീട്ടിൽ വെച്ച ഭക്ഷണം. അപ്പം ഈ ഒരു കടല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ഷാനാക്കും. ഇപ്പോൾ പിന്നെ മിന്നൂസിന് ഏത് കടലയാണെങ്കിലും ഇതിങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ നിലക്കടലിനെക്കാട്ടിയും ഇഷ്ടം ഈ ഒരു ബ്രൗൺ കളർ തൊലിയൊക്കെ വരുന്ന ഒരു കടല നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാക്കിങ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. നിറയെ ഉണ്ട് കേട്ടോ, ഫില്ലായിട്ടിരിക്കുകയാണ് കേട്ടോ കടല. ഒരു ശ്രദ്ധിച്ചുള്ളത് 30-35 തോന്നുന്നു ഇതിൻ്റെ വിലയും കാര്യങ്ങളും. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ കടല ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് കവറിലാണ് കേട്ടോ കാണാറ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കാണുന്നത്. പിന്നെ എന്തായാലും റോസ്റ്റഡ് കടല എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് കുറച്ചിങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഫുഡൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക തിന്നും കൊണ്ട് നടക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഓഫ് ചെയ്തിട്ടതാ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് എൻ്റെ നെയ്ച്ചോറിന് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ വെള്ളവും കാര്യങ്ങളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനിട്ടിട്ട് അതും കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പം അരി അവിടെ കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഉച്ചയ്ക്ക് എന്തായാലും നമ്മുടെ ചിക്കൻ കറിയും നെയ്ച്ചോറും തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലേക്ക് ഞാനിന്ന് പൊറാട്ടയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് പൊറാട്ടയുടെ ഒരു 2-3 എണ്ണം ബാക്കിയുണ്ട്. പിന്നെ ഈ ഒരു നെയ്ച്ചോറും കൂടി അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉച്ചയാകുമ്പോഴേക്കിനും മാക്സിമം ഒരു 12 മണിയാകുമ്പോഴേക്കിനും എന്തായാലും അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ തീർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ചൂടിൻ്റെ അവസ്ഥ വെച്ചിട്ട് അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. പിന്നെ നമ്മളകത്ത് എന്തെങ്കിലും പണി കാര്യങ്ങളോ ക്ലീനിങ്ങോ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പുറത്ത് ആ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാന് എപ്പോഴും ഒക്കെ പറയാറുള്ളതാണ് കേട്ടോ, ഒഴിവാക്കണം. പക്ഷേ ഞാനിതുവരെ ഒഴിവാക്കിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ഒരേ സമയം തന്നെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നല്ല യൂസാണ് കേട്ടോ. അപ്പോൾ മീനായാലും ചിക്കനായാലും നമുക്ക് ഒറ്റ തവണ തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ കുറച്ച് ഇപ്പോൾ ഫ്രൈ ചെയ്യുക, പിന്നെ കുറച്ച് രാത്രി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇട്ടിട്ട് വന്നപ്പോഴേക്കിന് മുഴുവനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതും നമ്മുടെ ചിക്കൻ കറിയും അതേപോലെ നെയ്ച്ചോറിക്കും ഇതുപോലെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തു കേട്ടോ. ഇതുതന്നെയാണ് എല്ലാ തവണ ചിക്കൻ വാങ്ങിച്ചാലും ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പകുതിയാക്കും, അതിൽ നിന്ന് പിന്നെ പകുതി പൊരിക്കാനും എടുക്കും, പിന്നെ പകുതി എടുത്തിട്ട് കറിയും വെക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ഷാനാക്കി ഇതുപോലെ 2 പീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉമ്മാൻ്റെ കോള് വന്നപ്പോൾ അവൾ താങ്ക് യു എന്നൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കോള് വന്നപ്പോൾ അതിലായിപ്പോയി. പിന്നെ അങ്ങനെ ഷാനത നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.